അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറും, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുത്ത് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചങ്ങോട്ട് എടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 250 ml കപ്പിന് 1 കപ്പ് റവ ഇടുന്നുണ്ട്. അത് വറുത്ത റവയോ വറക്കാത്തതോ എടുക്കാം. ഇനി ഇത് ഉപ്പുമാവ് പരുവത്തിലാക്കി എടുക്കരുത്, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിച്ചാൽ മാത്രം മതി. ഇതാ ഈ ഒരു പരുവത്തിൽ. അതിനുശേഷം ഇതിലേക്ക് 2-3 ഉരുളൻകിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുത്തുകൂടെ അങ്ങോട്ട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 1 പിടി മല്ലിയിലയാണ് അതുകൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് ചേർക്കണ്ട. ഇനി കൈ ഉപയോഗിച്ച് ഇതിനെ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി വിട്ടെടുക്കാം. ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലപ്പേരൊന്ന് കമന്റ് ഇടാനായിട്ട് മറക്കരുത്. ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു മിക്സിനകത്തിലേക്ക് ഒരു മുട്ട 4ആയിട്ട് കീറിയതാണ്. അത് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്താൽ ഇതുപോലൊന്ന് ഉരുട്ടി അങ്ങോട്ട് എടുക്കാം. ഉരുട്ടിയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിനകത്തിൽ ഇതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരുപാട് സമയം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇതങ്ങോട്ട് ഇട്ടം കൊടുക്കാം. വെളിച്ചെണ്ണയിലിടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഒരിക്കലും കുറയ്ക്കരുത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഒരു 10-40 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഇത് തിരിച്ചിട്ടങ്ങോട്ട് എടുക്കാം. ഇനി കാര്യങ്ങൾ വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ. അതാ ഇത്രേ ഉള്ളൂ പരിപാടി. നല്ലതുപോലെ വറുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് മൊത്തത്തെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുക്കുക. എൻ്റെ പൊന്നോ എന്നെ ടേസ്റ്റ് ആണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് തറക്കി എടുക്കാൻ പറ്റും. മുട്ടയ്ക്ക് പകരം ഉള്ളിൽ ചിക്കൻ വെച്ച് കഴിഞ്ഞാലും അടിപൊളി ഫീലിംഗ് ആയിക്കോട്ടെ. അതാ ഇതിങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് എടുക്കുമ്പോൾ അത്ര അങ്ങോട്ട് കഴിക്കണം. ഇനി ഇത് കഴിക്കാനായിട്ടുള്ള സമയത്ത് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതാ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണം. വളരെ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാനായിട്ട് മറക്കരുത്. നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം.